ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ കേക്കാണ്. ബനോഫി കേക്കാണ്. ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മൾ ഈ കേക്കും സാധാരണ നമ്മുടെ എല്ലാ കേക്കുകളും പോലെ തന്നെ ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിൽ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബനോഫി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മുടെ ബനോഫി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. 1/2 കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, എല്ലാം കൂടെ 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് ഹൈ സ്പീഡിലിട്ടങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ തന്നെ മുട്ട ബീറ്റ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചതുമിട്ട് വാനില എസൻസും ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ ചേർത്തതിന് ശേഷം ലോ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരു 4-5 ബദാമും 4-5 കാഷ്യൂ നട്ട്സും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൈദയുടെ ആ ഒരു മിക്സിലെ അതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു മിക്സ് അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെടുക്കുന്ന 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ട്രേ ആണ്. ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ ബനോഫി കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. റോബസ്റ്റ പഴമാണ് കേട്ടോ എടുക്കുന്നത്. അത് ഒരു ചെറിയ പഴമാണ്, അതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കുന്നത്. വലുതാണെങ്കിൽ പകുതി മതിയാകും. നമുക്ക് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ചൊന്ന് ഇളക്കി ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ല ചൂടായി കിടക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. സാധാരണ അലൂമിനിയം പാത്രമാണ്. അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് അടച്ചു വെച്ച് 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഓവനിലാണ് വെക്കുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 20 മിനിറ്റൊക്കെ മതിയാകും. അപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ നല്ല മണം വരുന്നുണ്ട്. ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അത് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് 1 പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് പാല് തിളച്ച് വരുന്നുണ്ട്. അത് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് തിളച്ചു. അതിലേക്ക് അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പിരിഞ്ഞതുപോലെ ഇങ്ങനെ അങ്ങ് വരും. അപ്പോൾ നമുക്കങ്ങ് തീ ഓഫാക്കി കൊടുക്കാം. ഒരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ള വെള്ള തുണി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം, ഒന്ന് തണുത്ത് വരാനായിട്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രീം ചീസാണ് കേട്ടോ ഇത്. ഒരു തരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ഇടാൻ വിട്ടുപോയതാണ്. അതുകൊണ്ട് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ കുറച്ചൊരു ലൂസായിട്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല. നല്ല തിക്കായിട്ടുള്ള ക്രീം ചീസാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ചൊഴിച്ചൊന്ന് അരച്ചെടുത്താൽ മതി. ഈ ഒരു ക്രീം ചീസ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്കൊരു കടായിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് കാരമലൈസ് ചെയ്ത് വരട്ടെ. അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ച് ഇളക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് നമ്മുടെ എടുക്കുന്ന പാത്രത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. ക്രിസ്റ്റലൈസ്ഡ് ഫോമിലേക്കാവും നമ്മുടെ പഞ്ചസാര. അതേ സമയത്ത് അലൂമിനിയത്തിൻ്റെ പാത്രമാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്കത് കാരമലൈസ് ചെയ്ത് കിട്ടും. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടി എളുപ്പം അലൂമിനിയം പാത്രമാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ പഞ്ചസാര നല്ല കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. തീ കുറച്ച് വെച്ചാൽ മതി. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏതായാലും കുഴപ്പമില്ല.
അപ്പോൾ അതൊന്ന് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കാൻ മറന്നു പോകരുത്. കാരണം നമ്മളിതിൽ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് ഓഫാക്കി ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. അതാണ് നമ്മുടെ ഒരു ബനോഫി കേക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു ഒരു തരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഓഫാക്കി കൊടുക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഫില്ലിങ് റെഡിയാക്കണം നമ്മുടെ ബനോഫി കേക്കിൻ്റെ. അതിന് വേണ്ടിയിട്ട് ഒരു റോബസ്റ്റ എടുത്തിട്ടുണ്ട്. റോബസ്റ്റ ചെറിയ റോബസ്റ്റയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഒരെണ്ണം ഞാൻ എടുക്കുന്നത്. വലിയ റോബസ്റ്റ ആണെങ്കിൽ പകുതി മതിയാകും. അത് ചെറുതായിട്ട് നുറുക്കി എടുക്കുകയാണ്. 4ആയിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. ഒരു 3 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ പഴവും കാരമൽ സിറപ്പും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുകയാണേ. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയിലായാലും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചിക്കൂസ്റ്റൈൻ വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഒന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയാൽ മതി. നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെച്ചിരുന്നല്ലോ ക്രീം ചീസ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ, ഫ്രീസറിൽ വെക്കേണ്ട. അതോട് ചേർത്ത് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു ക്രീം ചീസും കാരമൽ സോസും കൂടെ വരുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതാ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്, സിറപ്പ് റെഡിയായി, ഫില്ലിംഗ് ഒക്കെ റെഡിയായി. നമുക്കിനി കേക്ക് സെറ്റ് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. നമുക്കത് 3ആയിട്ട് ലെയർ ചെയ്ത് വെക്കാം. പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പകുതി പോർഷൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. 2-3 ദിവസം ഇരുന്നാലൊന്നും ആവില്ല. ഈ ഒരു കാരമൽ സോസ് വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. പഴത്തിൻ്റെ ടേസ്റ്റ് ഒന്നും മാറില്ല. അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. നല്ല ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും ബദാമും കൂടെ ക്രഷ് ചെയ്തതാണ്, അതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസിൽ നിന്ന് കുറച്ച് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്രീം വെച്ച് കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ലെയർ വെക്കുന്നുണ്ട്. അതിലേക്ക് അതേപോലെ തന്നെ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്തു. ആ ഫില്ലിങ് ബാക്കിയുള്ളത് മുഴുവനായിട്ടും അവിടെ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നട്ട്സ് ക്രഷ് ചെയ്തതും കുറച്ച് കാരമൽ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കാരമൽ സോസ് ബാക്കി വെച്ചിട്ടുണ്ട് അവസാനത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കാം. ടോപ്പ് ലെയർ വെച്ച് കൊടുക്കാം. ടോപ്പ് ലെയർ തിരിച്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ക്രീം അങ്ങ് തേച്ച് കൊടുക്കാം. ക്രീം അത് ഫുള്ളായിട്ട് അങ്ങ് തേച്ചിട്ടുണ്ട്. സൈഡിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പാലറ്റ് നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്ക്രേപ്പർ വെച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്ത് തന്നെ എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്ത് ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ക്രീം കൊണ്ട് തന്നെയുള്ള ഡെക്കറേഷൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഗ്ലേസ് ഒഴിക്കുന്നുണ്ട്. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു ചെറിയ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഈ ഒരു കാര്യം ഓപ്ഷനിലാണ് കേട്ടോ. നമ്മൾ ഡെക്കറേഷന് ഈ ഒരു തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ മധുരം അധികമാവുമെന്നൊന്നും പേടിക്കേണ്ട. മധുരം അധികമൊന്നും ആവില്ല. അധികം മധുരമൊന്നും നമ്മൾ ഉപയോഗിക്കുന്നുമില്ല. പാകത്തിന് മധുരമുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇത് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കുറച്ച് വെക്കണേ. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും. ഒരു തരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ കലക്കി വെച്ചില്ലേ, അതൊഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് തീ കുറച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ തന്നെ നമുക്കങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 1 ഡ്രോപ്പും ഓറഞ്ച് കളർ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലെമൺ യെല്ലോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 1 ഡ്രോപ്പ് മാത്രം മതിയാകും. അപ്പം വീട്ടിലെ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ കളർ ചേർക്കണ്ട. ഇതിന് തന്നെ ആസ് സച്ച് നല്ല കളർ ഉണ്ടാകും. പക്ഷേ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടണമെങ്കിൽ 1 ഡ്രോപ്പ് കളർ ചേർത്താൽ നല്ലൊരു
കളർ കിട്ടും. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമൽ സോസില്ലേ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കാരമൽ സോസ്, ആ സോസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, നല്ലൊരു ഗ്ലേസ് ആണ് കേട്ടോ. കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും, നല്ല ഭംഗിയായിട്ട് നമ്മൾ സാധാരണ ഗ്ലേസ് ഒക്കെ ഒഴിച്ച പോലെ തന്നെ ഉണ്ടാവും. അല്ലാതെ കാരമൽ സോസ് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല എങ്ങനെയായാലും. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഇളം ചൂട്, നമുക്ക് കൈ വിരൽ മുക്കി വെക്കാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ഇൻ കേസ് തിക്കായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അതൊന്ന് തണുക്കട്ടെ. ആ സമയത്ത് കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള ഒരു കാരമൽ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആ കടായിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് തീ കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കാരമലൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫായി കൊടുക്കാം. ഒന്ന് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തണുത്ത് വരണം. ഈ ഒരു ചൂടോട് കൂടിയല്ല നമ്മൾ ഉണ്ടാക്കേണ്ടത്. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇരിക്കുമ്പോൾ കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് 2 ബട്ടർ പേപ്പർ എടുത്ത് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരമൽ സോസ് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം വെക്കുമ്പോഴത്തേക്കും ആ അടുപ്പിൽ തന്നെ ഞാൻ വെച്ച് പോയി. അപ്പോൾ എടുത്തൊന്ന് മാറ്റി വെക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടൊന്ന് ആയിപ്പോകും. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നല്ലൊരു ഡാർക്ക് കളർ കിട്ടും. ഇനി ആ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വേണ്ടതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ തന്നെ ഓഫാക്കിയിട്ട് അടുപ്പത്തൊന്ന് മാറ്റി വെക്കണേ. അത് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ബട്ടർ പേപ്പർ എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കാം. അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നന്നായിട്ടൊന്ന് അമരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പരന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കുക്കി കട്ടറാണ് എടുക്കുന്നത്. കുക്കി കട്ടർ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്തൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് നമുക്കതങ്ങ് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ എളുപ്പമാണ്. കുക്കി കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള മെറ്റൽ എന്തെങ്കിലും വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാനായിട്ട് പറ്റില്ല. ബട്ടർ പേപ്പർ അതിൻ്റെ മുകളിൽ പറ്റി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ആ പുറമേ ഉള്ള ഒരു ഡിസൈനും ഉള്ളിലുള്ള ഹാർട്ടും ഒക്കെ കൂടിയായിട്ട് പതുക്കെ ബട്ടർ പേപ്പർ ഒന്നിങ്ങനെ പൊക്കി നോക്കാം. അപ്പോൾ തണുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമുക്ക് അവിടെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. കൊച്ചു കുട്ടികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളാതെ സൂക്ഷിക്കണം. കാരണം പൊള്ളിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്ന കാര്യമാണിത്. പേടിക്കാനൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ മതി. അതാ എടുത്തിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പണ്ടൊരു കമ്മലുണ്ടായിരുന്നു ഈ ഒരു കളറിൽ, ഇങ്ങനെ ഗ്ലാസിൻ്റെ കമ്മൽ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഇതും കൂടി അങ്ങ് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ വെക്കാം കേട്ടോ. വലിയ കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പും കൂടെ അതിൻ്റെ മുകളിൽ വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ ഇതുപോലുള്ള ഗ്ലേസൊക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കാവുള്ളൂ. നമുക്ക് കാരമൽ ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പകുതി പോർഷനിലേക്ക് മാത്രമായിട്ട്, പകുതിയല്ല, ഏകദേശം ഒരു 3/4 ഭാഗത്തോളം പോർഷനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തണുത്ത കൺസിസ്റ്റൻസിയിൽ ഒഴിക്കരുത്. ചെറുതായിട്ടൊന്ന് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒന്ന് ഇളക്കി കൊടുത്താൽ അതങ്ങ് ലൂസായി കിട്ടും. അപ്പോൾ ആ ഒരു ഇളം ചൂടോടുകൂടി മാത്രമേ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് ഒലിച്ചു പോകും. തണുത്ത് കഴിഞ്ഞതിന് ശേഷം കട്ടിയായിപ്പോയി എന്ന് വിചാരിച്ച് വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടില്ല. അതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് ലൂസായിക്കോളും. സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുക്കുകയാണ്, ഒരു പ്രത്യേക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. സൈഡിലും അതുപോലെ ചെറുതായിട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എക്സസ് ആയിട്ടുള്ളതങ്ങ് തട്ടിക്കളയാം. നമുക്കിതിലേക്ക് നമുക്കൊന്നെങ്കിൽ സിൽവർ പേൾസോ ഗോൾഡൻ ബോൾസോ, എൻ്റെ കയ്യിൽ വൈറ്റ് ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. ആ ഒരു ഓറഞ്ചിൽ ആ ഒരു വൈറ്റ് ഡോട്ട്സ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ഹാർട്ട് ഷേപ്പ് അവിടെ നടുക്കായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്നാലും നമുക്ക് നടുക്കത്തെ മാത്രം മതി, കാരണം നമ്മൾ കൊച്ചു കേക്കല്ലേ. ഇനി ആ വൈറ്റ് പോർഷനിലേക്ക് കുറച്ച് ഗോൾഡൻ പേൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതപ്പം നമ്മുടെ ആ ഹാർട്ട് ഷേപ്പിൻ്റെ നടുക്ക് ഒരു ബബിള് വന്നിട്ട് ചെറിയൊരു ഹോള് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നടുക്കേക്ക് ഞാനൊരു ഗോൾഡൻ പേളും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ വരുമല്ലോ. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മറുമരുന്ന് ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അറിയാതെ സംഭവിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്തപ്പോൾ അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ആ ഒരു ഗോൾഡൻ പേൾ അതിൻ്റെ നടുക്കിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കൊള്ളാം അല്ലേ, നന്നായിട്ടുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നല്ലതാണെന്ന് പറയുന്നത് അതാണ്. അടിപൊളി, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ശരിക്കും നമ്മൾ സാധാരണ
കാരമൽ സോസ് ഇത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. കാരണം അത് ഒഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും അത് ആ ഒരു ക്രീമുമായിട്ട് ചേർന്നിട്ട് അങ്ങ് ഒലിച്ചിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറിയതുപോലെ തോന്നും. പക്ഷേ സമയത്ത് ഇതുപോലെ ഗ്ലേസ് ആക്കിയിട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും. ഇപ്പോൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ നല്ല ആ പിറ്റേ ദിവസത്തേക്കും ഇതേപോലെ തന്നെ ഇരുന്നുള്ളൂ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഇൻ കേസ് ഇനി ഒലിച്ച് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അത് അവിടെ അങ്ങ് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് കട്ട് ചെയ്യാം. കഴിക്കട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു ബനാനയും കാരമലും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. പഴമാണെന്നൊന്നും പറയില്ല കേട്ടോ. ഇത് റോബസ്റ്റ പഴമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. റോബസ്റ്റ അല്ല ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പുളിയില്ലാത്ത നല്ല മധുരമുള്ള പഴം എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഗ്ലേസിനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മളത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ശരിക്കും നല്ല കാരമലിൻ്റെ ആ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. എന്നാൽ അതവിടെ തന്നെ അത് ഇരിപ്പുണ്ട്. കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 780 gram ആണ് കേട്ടോ. ഈ ഒരു വെയിറ്റുള്ള കേക്കിന് റേറ്റ് വരുന്നത് 600 രൂപ 650 രൂപയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബനോഫി കേക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.